അപ്പൊ നമ്മുടെ ഗ്രാൻഡ് ഫിനാലേക്കും അമ്മ നല്ല കാര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എപ്പ എത്തി? ഇതെന്റെ സ്വന്തം ചേച്ചി. മെൽബൺ ഈ സ്റ്റേഡിയത്തിന്റെ അടുത്താണ് എന്റെ വീട്. മെൽബണില് നമ്മളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലമാണ് ഇത്. സുഖാണോ ചേച്ചി? വിദ്യയെ കാണാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആരെങ്കിലും തോക്കാനും വേണ്ടേ? എന്റെ അച്ഛൻ ഇതുവരെയും വന്നിട്ടില്ല. പ്രോഗ്രാം ചെയ്യണോ അതോ ജോബ് റിസൈൻ ചെയ്യണോ എന്നുള്ള ഒരു. നമസ്കാരം. പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും കഠിനമായ പ്രയത്നം കൊണ്ട് തരണം ചെയ്ത് കടൽ കടന്നു വന്ന ഒരു സൂപ്പർ അമ്മയും മകളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വിദ്യയുടെയും വേദികയുടെയും ബാക്കി വിശേഷങ്ങൾ കാണാം. സൂപ്പർ എക്സ്പ്രഷൻ. ശോഭന ചേച്ചിനെ പറ്റി ആലോചിച്ചേയില്ല. ഇത്ര നന്നായി ചെയ്തു. ആരും കാർത്തുപ്പിന്നല്ലേ, എന്റെ പേരാണ് ഞാൻ പറയുന്നത്, കാർത്തുമ്പി. ഹാർഡ് വർക്ക് ചെയ്തിട്ട് യു വർക്ക് ഹാർഡ് ആൻഡ് യു ഡാൻസ്. കോമഡി എലിമെന്റ് ചെയ്യണമെങ്കിൽ വിദ്യ ബെസ്റ്റ് ആയിട്ട് ചെയ്യും. നിങ്ങൾക്ക് മാത്യു ഹെയ്ഡൻ അറിയാമോ? റിക്കി പോണ്ടിങ്ങിനെയോ ഷേമോണിനെ അറിയാമോ? ഇവരെല്ലാം തകർത്ത ക്രിക്കറ്റ് കളിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് ഇത്, മെൽബൺ. ഈ സ്റ്റേഡിയത്തിന്റെ അടുത്താണ് എന്റെ വീട്. ദേ ഇതാണ് വീട്. ദേ ഈ വരുന്നതാണ് എന്റെ അമ്മ. എന്റെ സ്വപ്നങ്ങളെല്ലാം ക്ലീൻ ബോൾഡ് ആക്കുന്ന അമ്മ. ഇനി അമ്മ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയാമോ? എല്ലാ അമ്മമാരെ പോലെ കിച്ചണിലേക്കാ. കിച്ചണിലെ ഈ പ്രിപ്പറേഷൻ കണ്ടാ നിങ്ങൾ കരുതും പുട്ട്, ഇഡ്ഡലി, ദോശ ഈ ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കുമെന്ന്. എന്നാ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റി. ഇതേ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് തിരക്കാ. ദേ ഈ തിരക്കിട്ട ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്റെ അച്ഛൻ. ഫോണിൽ കുത്തി കളിക്കാതെ നീ എണീറ്റേ. നമുക്കിനി എന്തൊക്കെ ചെയ്യാനുള്ളത്? ഡാൻസ് ക്ലാസ്സിൽ പോണം, മ്യൂസിക് ടീച്ചറിനെ കാണണം. ഒന്ന് പെട്ടെന്ന് റെഡി ആക്കിയേ പോയി. അവധി ദിവസങ്ങളിൽ ഞാൻ എന്തോ ചെയ്യുമെന്ന് അറിയാമോ? സംഗീതം പഠിക്കാൻ പോവും. സുധ ടീച്ചറാ എന്നെ പാട്ട് പഠിപ്പിക്കണേ. അയ്യോ, എന്റെ ഡാൻസ് ക്ലാസ്സിനെ പരിചയപ്പെടുത്തിയില്ല. ഇതാണ് എന്റെ ഡാൻസ് ക്ലാസ്. ദേ ഇതാണ് എന്റെ സ്കൂള്. ഇവിടെ നാട്ടിലെ കൂട്ട് ബുക്സ് ഒന്നും വേണ്ട. ഇവിടെ എല്ലാ ആക്ടിവിറ്റീസിലൂടെയാണ് പഠിപ്പിക്കണേ. ദേ ഇതാണ് എന്റെ ക്ലാസ് ടീച്ചർ. എന്താ പറയണെന്ന് കേട്ടു നോക്കിയേ. Your whole class is going to be cheering you on all the way from Australia. What an achievement. We're going to be going saying, go Radhika, and we are just so proud that you are part of our class. മെൽബണില് നമ്മളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലമാണ് ഇത്. നാട്ടിലെ അമ്പലം പോലെ തന്നെയാ ഇവിടെയും. നമ്മളെ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഫിനാലയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മ ഈ ധൃതി പിടിച്ച് പോണ എവിടേക്കാന്ന് അറിയാമോ? ഓഫീസിലേക്കാ. IT ജോബ്. അതെ, നിങ്ങൾക്കറിയാലോ എന്റെ അമ്മ ഒരു വായാടിയാണെന്ന്. അതുകൊണ്ടേ എന്റെ അമ്മ IT ജോബ് മാത്രല്ല ചെയ്യണേ, FM സ്റ്റേഷനിലെ ആർജയും കൂടിയാ. RJ വിദ്യ. 92.3 മലയാളം FM-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് രശ്മി ചേച്ചിയാണ്. ഇത്രയൊക്കെ ആണെങ്കിലേ എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല,
സൂപ്പർ അമ്മയും മകളും വേദിയിൽ എൻ്റെ അച്ഛൻ ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ അച്ഛൻ നമുക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. അതാണ് ഞങ്ങളുടെ എനർജി. ദേ ഇതൊക്കെയാണ് നമ്മുടെ ഓസ്ട്രേലിയ വിശേഷങ്ങൾ. ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടില്ലേ? ഇനി ഇവിടുന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക്. Ladies and gentlemen, you have arrived in Thiruvananthapuram. Before you leave the aircraft, please check the seat pocket for any personal belongings like iPads or mobile phones. Open the overhead bins carefully. നമുക്കൂടെ 2 ഗ്ലാസ് ചായ തരുമോ? വിനു വന്നില്ലേ? ആ വിനുവിൻ്റെ കാര്യം അറിഞ്ഞൂടാ. ഇനി ശ്വേതമേനൊക്കെ ഇന്ന് വിചാരിക്കണം ഇതൊന്നും കൂടെ വിനുവിന് വരുത്തിക്കണമെങ്കിൽ. അപ്പം ഇതാണ് എൻ്റെ അമ്മ, പത്മിനി ദേവി എന്നാണ് പേര്. മുമ്പ് ഞാൻ അവിടെ കണ്ടില്ലേ, അതാ അച്ഛൻ ശശിധരൻ നായർ. അച്ഛനെ കാണുന്ന അച്ഛനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒളിച്ചിങ് കയറിയതാ. അച്ഛൻ കണ്ടില്ല. ചായ എടുത്ത് റെഡിയാക്കി വയ്ക്കാം. പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയിട്ട് വരും. എന്തമ്മ കഴിക്കാൻ വിശന്നിട്ട് വയ്യ. ഇഡ്ഡലി, സാമ്പാർ, വട, വെള്ളച്ചമ്മന്തി. അപ്പം നമുക്ക് പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. വാ. നാട്ടിൽ വന്നത് ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. പറ്റി ഡാൻസിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ, എല്ലാ വിജയാശംസകളുണ്ട്. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. ഇന്നെങ്കിലും ഒരു പുതിയ സാധനം കഴിക്കാൻ കിട്ടിയല്ലോ. എനിക്ക് ബ്രെഡ് കഴിച്ച് മടുത്ത്. ഞാൻ എന്ന വണ്ടിയിൽ ഉണ്ടാക്കാൻ പറയുമ്പോഴത്തേക്ക് വേണ്ട വേണ്ടെന്ന് പറയും. കള്ളമാണേ. ദോശ ഇഡ്ഡലി ഉണ്ടാക്കി തരാൻ പറയണം. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി തന്നാലും കഴിക്കുമോ നിങ്ങൾ? ഇല്ലല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് മാവൊക്കെ അരച്ച് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണം. അതുകൊണ്ടാണ് ബ്രെഡ് ഹാം വെക്കുന്നത്. നിങ്ങൾക്ക് കിട്ടാതെ കിട്ടുമ്പോഴേ കഴിക്കും. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. കഴിച്ചാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ കഴിക്കും. കുറേ ദിവസത്തിന് ശേഷം അമൃതത്തിൽ പോയി തൊഴുത്തപ്പോൾ നല്ല സുഖം അമ്മ. ഭഗവാനെ പ്രാർത്ഥിച്ച ഫൈനലിൽ നല്ലവണ്ണം കളിക്കാൻ പറ്റണേ. ഫൈനലെല്ലാം പഠിച്ചു തരണം. അതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ വന്നത്, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അച്ഛൻ എന്തോ തോന്നുന്നു, ഞാൻ ഫൈനലിലേക്ക് എത്തിയിട്ട് സന്തോഷമായ? സന്തോഷമായി. അച്ഛൻ്റെ അടുത്ത് ആളുകളൊക്കെ ഓരോന്ന് ചോദിക്കും. ഈ ഫ്ലെക്സ് ഒക്കെ വെച്ചപ്പോഴത്തേക്ക് അച്ഛൻ അത് ഭയങ്കര സന്തോഷമായി. ശശിയാണ് എന്റെ മോളല്ല. സന്തോഷമായ? ശരി. എന്ത് ശരി. പെട്ടെന്ന് കഴിക്കും മോളെ. ചാച്ചിയൊക്കെ ഇപ്പൊ വരും. ഫിനാലിയിലെത്തി എന്റെ സന്തോഷം കൊണ്ട് കാണാൻ. ഇഷ്ടപ്പെട്ട ഇഡ്ഡലി കഴിച്ചു? എത്ര എണ്ണം കഴിച്ചു? 3 എണ്ണം.
ഇനി എൻ്റെ കുടുംബത്തിലെ ചില അംഗങ്ങളെ, വളരെ വേണ്ടപ്പെട്ട കുറേ അംഗങ്ങളെ പരിചയപ്പെടുത്താണ്. ഇതെൻ്റെ വല്യമ്മയാണ്, തങ്കമണി എന്നാണ് പേര്. ഇത് കുഞ്ഞമ്മ, ശശികല എന്നാണ് പേര്. ഇത് കുഞ്ഞമ്മ തന്നെയാണ്, ഗിരിജ എന്നാണ് പേര്. മോളെ പരിപാടികളൊക്കെ കാണാറുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. മോള് ഫൈനലി വന്നതിൽ ഭയങ്കര സന്തോഷം. മോടെ തേന്മാട്ട് മുമ്പത്തുള്ള പ്രോഗ്രാം വളരെ നന്നായിരിക്കുന്നു കേട്ടോ. അത് ചെയ്യാൻ നേരത്ത് ഭയങ്കര ടെൻഷനായിരുന്നു ഇവക്ക്. ഡയലോഗ് പറയാൻ പറ്റുമോ സംസാരിക്കൂ. അവള് ഇങ്ങനെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ തന്നെ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചു കാണാതെ പഠിച്ചു വരുമായിരുന്നു. കാർത്തുമ്പി. ആരും കാർത്തുമ്പിന്നല്ല, എന്റെ പേരാണ് ഞാൻ പറയുന്നത്, കാർത്തുമ്പി. കുഞ്ഞുമേടെ ഫാമിലി റൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ നല്ലതായിട്ട് കളിച്ച് അതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട. സൂപ്പർ അമ്മയും മകളും. ഒന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന 3 ലക്ഷം രൂപ സമ്മാനം. എപ്പോ എത്തി? എന്റെ പണിയായിട്ടായിരിക്കും വന്നതല്ലേ? പിന്നെ നമ്മൾ മാത്രം പണിയെടുത്താൽ മതിയാ, കൂടെ നീ കൂടെ പണിയെടുക്കണം. പണിയെടുക്കാൻ വിശേഷമൊക്കെ ചോദിക്കില്ല. പാവല്ലേ ദീതു, ബാലു ഓടിവാ, സ്ഥിരം അതിഥികൾ എത്തിയിട്ടുണ്ട്. ഓടിവായോ. ഇവരെ എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവരെൻ്റെ കൂടെ ഓൾറെഡി നമ്മുടെ ഫാമിലി റൗണ്ടിൽ പെർഫോം ചെയ്തതാണ്. ഇതെൻ്റെ സ്വന്തം ചേച്ചി ദിവ്യ എന്നാണ് പേര്. ഇത് എൻ്റെ ഒരു സ്വന്തം മോളെ പോലെ കാണുന്ന ദിയാണ്, ചേച്ചിയുടെ മോളാണ്. ഇത് ചേട്ടൻ്റെ ഫേസ് ആരും കണ്ടിട്ടില്ല, ചേച്ചിയുടെ ഹസ്ബൻഡാണ്, ജയകുമാർ എന്നാണ് പേര്. ചേട്ടൻ സ്ക്രീനിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവരെയാണ് എനിക്കിനി പരിചയപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്ത് സഹായത്തിനും പറയാൻ പറ്റുന്ന, എനിക്കൊരു ഏറ്റവും വലിയ സപ്പോർട്ട് തരുന്ന ആൾ തന്നെയാണ് ചേച്ചി. പരീക്ഷയ്ക്ക് കഴിഞ്ഞാ ജയിക്കോടി? അയ്യോ, കണ്ടറിയാം. എല്ലാരും ജയിച്ചു കഴിഞ്ഞാ ആരെങ്കിലും തോക്കാനും വേണ്ടേ? ഏത് വേണമെങ്കിൽ വന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. ഒരു സ്റ്റേജിലൊക്കെ കയറാൻ അവൾക്ക് ഭയങ്കര ടെൻഷനായി. ഇപ്പം വിദ്യക്കാലം കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ പെർഫോം ചെയ്യുന്ന വേദമാണ്. നാച്ചുറൽ ആയിട്ട് എക്സ്പ്രഷൻസും എല്ലാം വരുന്ന എൻ്റെ മക്കൾക്കാണ്. ഇപ്പം ഇങ്ങനെ പോസിറ്റീവ് കമന്റ്സ് ഒക്കെ വേദനാണ് കിട്ടുന്നത്. അല്ലെങ്കിലും നാച്ചുറൽ ആയിട്ട് അവളുടെ എക്സ്പ്രഷൻ മൊത്തം എനിക്ക് പേഴ്സണലി എൻ്റെ സിസ്റ്ററിനെക്കാളും ഇഷ്ടം എൻ്റെ മോനാണ്. ഇനിയെങ്കിലും ഒന്ന് ചിരി. എക്സ്പ്രഷൻ ക്യൂൻ. പണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ടെൻഷൻ അടിച്ചാണ് പോകുന്നത്. അതെ, ഇറങ്ങുമ്പോൾ ആദ്യം 2-3 പ്രാവശ്യം സ്റ്റേജിൽ പോയിട്ട് വന്ന് ഇവിടെ കിടന്ന് എന്തൊരു കരച്ചിലായിരുന്നു. എനിക്ക് തോന്നുന്നു അതെനിക്ക് കുറച്ച് ഒപ്പീനിയൻ കിട്ടിയില്ല. വേദുവിനെ പോലെ തന്നെ ഇപ്പം വിദ്യയാണെങ്കിലും നീ നല്ല എഫർട്ട് എടുത്തിട്ടാണ് ചെയ്തതെന്ന് നമുക്കറിയാം. അന്ന് ആക്സിഡന്റ് പറ്റിയപ്പോഴാലും നമ്മൾ ആരും വിചാരിച്ചില്ല. എൻ്റെ കാലിങ്ങനെ ഒടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പിന്നെ സ്റ്റേജിൽ കയറാൻ പറ്റുമെന്നേ നമ്മൾ വിചാരിച്ചില്ല. എന്തും എടുക്കാനുള്ള ഒരു ധൈര്യം, അതെല്ലാം നിൻ്റെ ഒരു. 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ കണ്ണിൽ കമ്പ് കുത്തിയിട്ട് അത് ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് പെർഫോം ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ അവിടെ ഒന്ന് തളർന്നു, കാലൊടിഞ്ഞൊക്കെ ആകുമ്പോൾ പേടിച്ചിട്ട് തളർന്നു. അപ്പം അതെല്ലാം നിൻ്റെ ഒരു വിൽ പവറാണ്. നാട്ടിൽ വരുമ്പം വേദുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ദിയ എന്ന് പറയുന്നത്. അപ്പോൾ നിനക്ക് എന്തുവാ വേദുവിനെ പറ്റി, വേദുവിൻ്റെ ചേഞ്ച്, വേദുവിൻ്റെ ആ ഒരു പ്രോഗ്രാം നിനക്ക് എന്തെങ്കിലും എന്താ അഭിപ്രായം? വേദു ആക്ച്വലി ഇവിടെ വന്നപ്പം ഭയങ്കര പേടിയായിരുന്നു ആദ്യം സ്റ്റേജിൽ കയറാനൊക്കെ. പിന്നെ പ്രോഗ്രാം ഓരോന്നായിട്ട് ഓരോ റൗണ്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുഞ്ഞേക്കാളും ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് പെട്ടെന്ന് വേദുവിന് വന്നത്. കുഞ്ഞേക്കാളും കുറെ കൂടെ മെച്ചോർഡായിട്ടൊക്കെ അതിനായിട്ട് റിയാക്ട് ചെയ്ത് നിൽക്കുന്നൊക്കെ എല്ലാം ഇങ്ങനെ ഭയങ്കര കാമായിട്ട് നിന്ന് എല്ലാം ഇങ്ങനെ ആലോചിച്ച് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്ന കൈൻഡ് ഓഫ് സ്വഭാവമാണ്. എന്തൊക്കെയായിരുന്നാലും ശരി തന്നെ, ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രയത്നിച്ച വിദ്യയ്ക്ക്, മോൾക്കും നമ്മുടെ ഫാമിലിയുടെ എല്ലാവിധ പ്രാർത്ഥനയും ആശംസകളും.
അപ്പം ഇതാണ് നമ്മുടെ മാസ്റ്റർ, രമേശ് എന്നാണ് പേര്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സർ. നമ്മൾ ഫൈനലിൽ നമുക്കൊരു ഐറ്റം പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞതിന് വലിയ താങ്ക് യു. എനിവേ കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. ആക്ച്വലി ഇതൊരു ഫിനാലെ ആയതുകൊണ്ട് കുറച്ച് ടഫായിട്ടുള്ള സംഭവം തന്നെ ചെയ്യണമെന്ന് ആദ്യം ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇവർ വന്ന് ചോദിച്ചപ്പോഴേ ഇപ്പം കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നും മുകളിൽ നിൽക്കുന്ന ഒരു സാധനം ആയിരിക്കണം എന്നുള്ള പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പം അവർക്ക് കുറച്ച് പേടിയായിരുന്നു, ഇത് നടക്കുമോ എന്നുള്ള കാര്യം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര ടൈം വേണം, പഞ്ച്വാലിറ്റിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഓരോ റൗണ്ട് വരുമ്പോഴും എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഒരു ഇത് നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളൊരു ട്രഡീഷണൽ റൗണ്ട് വന്നപ്പോഴത്തേക്ക്, ഹിസ്റ്റോറിക്കൽ റൗണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ചൂസ് ചെയ്തത് ദേവിയുടെയാണ്, കാളിയുടെ കാളി ആയിട്ട് നിൽക്കുന്നതായിരുന്നു. അതിന് ഞാൻ വ്രതം വരെ എടുത്തിട്ടാണ് ആ പെർഫോമൻസ് ചെയ്തത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ആ വേഷം ഇട്ട് നമ്മൾ ചെയ്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ആ പെർഫോമൻസ് എന്തുകൊണ്ടോ അത് ശരിക്കും അങ്ങോട്ട് വർക്കൗട്ടായില്ല. എവിടേക്കോ ഒരു കൊറിയോഗ്രഫീൻ്റെ പോരായ്മകൾ തോന്നി. ഒരു സ്ഥലം മാറ്റങ്ങളും എൻട്രി എക്സിറ്റ്സും എല്ലാം ആകെ മൊത്തം ഒരു പ്രശ്നം. എന്താ പറ്റിയ? പിന്നെ എനർജി ഭയങ്കര ഡൗൺ ആയിരുന്നു. സ്പെഷ്യലി മോളുടെ എനർജി ഡൗൺ ആയിരുന്നു, വിദ്യാൻ്റെ എനർജിയും ഡൗൺ ആയിരുന്നു. എന്ത് പറ്റി? ഡിഫറെൻ്റ് ആയിട്ടുള്ള പല റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഒരു റൗണ്ട് ശരിക്കും എനിക്ക് അത് ഒരു ലൈഫ് ചേഞ്ചിങ് ആണ്. എനിക്ക് എന്നെ തിരിച്ചറിഞ്ഞ പറ്റിയ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്, മോളുമായിട്ടുള്ള ആ ഒരു ചാറ്റ്. അപ്പം ഇതുവരെയ്ക്കും അത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, അത് സ്ക്രിപ്റ്റഡ് ആണോ, നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്തതാണോ? പക്ഷെ ഒരിക്കലുമില്ല. എൻ്റെ അവളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു വിഷമം ഞാൻ ശരിക്കും ഒന്ന് അറിഞ്ഞതാണ്. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടറാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഇപ്പം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാൾ മുതലേ മീൻസ് വഴക്ക് കൊടുത്താൽ പിള്ളേർ നന്നായി വളരും, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളും വളർന്നത്. മോൾ ചോദിച്ചോ? എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും വഴക്ക് പറയുമ്പോൾ. എനിക്ക് ഭയങ്കര സങ്കടമാണ്. അമ്മ ഇപ്പം വഴക്ക് പറഞ്ഞതാ കൂടുതൽ ഹേർട്ടായിട്ടുള്ള. ഞാൻ സംസാരിക്കാത്ത സോറി, ഞാൻ കോൺഫിഡൻ്റ് ആയ സംസാരിക്കാത്ത എങ്ങനെയുള്ള അമ്മയാവുന്നതാണ് നമുക്കൊരിഷ്ടം. കുറച്ചൊക്കെ സമാധാനമായിട്ട് സംസാരിക്കണമെന്ന് കുറച്ച് ആഗ്രഹമുണ്ട്. യു ആർ എ ബ്യൂട്ടിഫുൾ മദർ, പക്ഷേ സ്വന്തമായിട്ട് പനിഷ്മെൻറ്റ് കൊടുക്കല്ലേ. അന്ന് ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ് എൻ്റെ അമ്മ എൻ്റെ കുറേ വഴക്ക് പറയുമെന്ന്. പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അത് പറയണ്ടായിരുന്നെന്ന്. പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നോക്കാം അമ്മ എങ്ങനെ തിരിച്ച് പിന്നെ എങ്ങനെ സ്വഭാവം മാറുമെന്ന്. ഇപ്പോൾ എൻ്റെ അമ്മ ശരിക്കും സൂപ്പറായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത്. എപ്പോഴും ചിലപ്പോൾ ചട്ടമ്പിയൊക്കെ ആകുമ്പോഴൊക്കെ എന്നെ വഴക്ക് പറയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പം അമ്മ എന്ത് പറഞ്ഞാലും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തും എൻ്റെ അടുത്ത് അങ്ങനെ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം അമ്മയുടെ അടുത്ത്. ഇപ്പം കുറേ ചലഞ്ചസ് ഞാൻ ഈ ഒരു വർഷം ഉള്ള ജേർണിയിലും പറ്റില്ലായിരുന്നു. ഈ പ്രോഗ്രാമിൽ ഇവർ ഫൈനൽസ് വരെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഇതുപോലെ ലാസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ഓസ്ട്രേലിയയിലല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് നാട്ടിൽ അതെങ്ങനെ പോയിട്ട് അതൊക്കെ എങ്ങനെ കോർഡിനേറ്റ് ആക്കും. പിന്നെ
സ്കൂളിൻ്റെ സ്കെഡ്യൂളും പിന്നെ വർക്കും അങ്ങനെ ലീവിൻ്റെ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് ഇത് കുറച്ച് പാടായിരിക്കും, അപ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യമൊന്നും തോന്നിയില്ല. പക്ഷെ ഇവരുടെ പിന്നെ കുറേ പെർഫോമൻസ് ഇങ്ങനെ കണ്ടപ്പോൾ, വേദുവിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് അത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് അറിയാം ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർ റിയലി ദേ ആർ വെരി സീരിയസ് അബൌട്ട് ഇറ്റ് ആൻഡ് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും വിദ്യയ്ക്കും കൊച്ചിനും അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്കിത് മനസ്സിലായത്. സൂപ്പർ അമ്മയും മകളും. രണ്ടാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന 2 ലക്ഷം രൂപ സമ്മാനം. മൂന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് കൃഷ്ണ തുളസി കഫ് സിറപ്പ് നൽകുന്ന 1 ലക്ഷം രൂപ സമ്മാനം. സൂപ്പർ അമ്മയും മകളും എന്നൊരു ഷോയിൽ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഡിസിഷൻ മേക്കിംഗ് ഞാൻ ഒത്തിരി ടൈം എടുക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ഈ ഒരു പ്രോഗ്രാം വന്ന് പല ഘട്ടങ്ങളിലും എനിക്ക് പല ഡിസിഷനും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പം അത് എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ ഒരു ഇഷ്ടം, എൻ്റെ ഒരു പാഷന് ഞാൻ എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റ്, ഞാൻ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയ ഇതാണ്. അതിൽ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഒരു സെൽഫ് പ്രൗഡ് തോന്നിയ ഒരു നിമിഷമാണ്. ഫൈനലിൽ ടോപ്പ് 5 ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പോൾ ഞാൻ അന്നൊരു ഡിസിഷൻ സ്വന്തമായിട്ട് എടുത്തില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കത്തില്ല എന്ന് എനിക്ക് സെൽഫായിട്ട് എനിക്ക് തോന്നിയൊരു നിമിഷം. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എല്ലാവിധ വിജയ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. വിദ്യയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വിന്നറായി വരണേന്ന് അതിയായി ആഗ്രഹിക്കുന്നു. ഈ സർവീസിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫൈനലിലെത്തി നിൽക്കുന്ന വിദ്യയ്ക്കും വേദികയ്ക്കും ഞങ്ങളുടെയും കുടുംബശ്രീയുടെയും എല്ലാ അംഗങ്ങളുടെയും എല്ലാവിധ ആശംസകളും നേർന്നോളൂ. നമ്മുടെ സൂപ്പർ അമ്മയും മകളും ഷോയിൽ 5 കണ്ടസ്റ്റൻസ്, അതായത് നമ്മുടെ 5 സൂപ്പർ അമ്മമാരുടെയും മക്കളുടെയും ഫിനാലെ പ്രിപ്പറേഷൻസും വിശേഷങ്ങളും ഒക്കെ കണ്ടു. ഇനി ഇവരുടെ തീ പാറുന്ന പോരാട്ടം ഫിനാലെ സ്റ്റേജിൽ കാണാം.